പ്രിയ കർഷകരെ നമസ്കാരം. ഞാൻ ഷാജുദ്ദീൻ ഉള്ളാട്ടിൽ. നമ്മളിന്ന് ഈ ചാപ്റ്റർ സംസാരിക്കാൻ പോകുന്നത് മഴക്കാല പരിചരണമാണ്. മഴക്കാല പരിചരണത്തിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഒന്ന് കൂട് മഴ കൊള്ളാതെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ മഴക്കാല പരിചരണത്തിൻ്റെ ഭാഗമാണ് കൂടിനെ മഴയിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു കൂട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതേപോലെ ഒരു ഷീറ്റ് ഉണ്ടാക്കണം. ഒന്നുകിൽ ഫ്ലെക്സോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ഒരു തരം ഷീറ്റ് ഉപയോഗിച്ച് മഴ വരുന്നതിന് മുന്നേ ആയിട്ട്, മഴ ഒരിക്കലും കൂട് മഴ കൊള്ളാൻ പാടുള്ളതല്ല. അപ്പോൾ മഴയിൽ നിന്ന് സംരക്ഷിക്കാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് ഇതേപോലെ പെയിൻറ്റ് ചെയ്യുക എന്നുള്ളത്. വുഡ് പ്രൈമർ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂട് ഒരുപാട് കാലം നിലനിൽക്കും. കാരണം അകത്ത് ഇവർ മെഴുക് പൂശും. ഈച്ചകൾ സ്വതവേ കൂട്ടിൻ്റെ അകത്ത് മെഴുക് പൂശിയിട്ടുണ്ടാവും. അതുകൊണ്ട് കൂടിനകം ഒരിക്കലും നശിക്കില്ല. പക്ഷേ പുറം ഭാഗം നശിക്കാതിരിക്കാൻ നിങ്ങൾ നല്ല പ്രൈമർ ഉപയോഗിക്കുക. അതിനുശേഷം നമ്മൾ മഴ കൊള്ളാതിരിക്കാൻ ഇതേപോലൊരു ഷീറ്റ് ഇതിൻ്റെ പുറത്തിടുക. മുൻവശത്തേക്കും ബാക്കിലേക്കും കുറച്ച് തള്ളി നിൽക്കുന്ന രൂപത്തിൽ രണ്ട് ഭാഗം മാത്രമേ ക്ലോസ് ആവാൻ പാടുള്ളൂ. ഓക്കെ, മുന്നും തുറന്നിടുക, ബാക്കും തുറന്നിടുക. ഈ ബാക്ക് ക്ലോസ് ചെയ്താലും കുഴപ്പമില്ല, മുൻവശം എന്തായാലും തുറന്ന് കിടക്കണം. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ട് നമ്മളെ സ്റ്റാൻഡിൽ ഉപയോഗിക്കുന്ന അതേ കയറ് ഇതിൻ്റെ മേൽഭാഗത്ത് കൂടെ വേണം കൂടിനെ ബന്ധിപ്പിക്കാൻ. അപ്പോൾ ഈ ഷീറ്റ് അടക്കം അതിൽ ബന്ധിക്കും. ഇതേപോലെ ബന്ധിച്ചു കഴിഞ്ഞാൽ ഇനി മഴ പെയ്താലും ഈ രണ്ട് ഭാഗം മാത്രമേ മഴ കൊള്ളൂ, കാറ്റുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഈ രണ്ട് സൈഡ് സേഫാണ്. ഈ നിങ്ങൾക്ക് കൂട് തീരെ മഴ കൊള്ളാതിരിക്കണമെങ്കിൽ കാറ്റ് ഏത് വശത്താണോ നിങ്ങളുടെ ഭാഗത്ത്, ഞങ്ങളെ ഈ കൂടിയിരിക്കുന്നതിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് പൊതുവേ കാറ്റടിക്കാറ്. അതുകൊണ്ടാണ് ഞാൻ ഈ കൂട് ഇങ്ങോട്ട് ഫേസ് ചെയ്ത് വെച്ചത്. അപ്പോൾ മഴ എപ്പോഴും ഇതിൽ കൊണ്ടിട്ട് അങ്ങോട്ട് ഒഴിവായി പോവുള്ളൂ, ഒരിക്കലും ഈ കൂട് നനയൂല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മഴയിൽ നിന്ന് നനയാതിരിക്കാൻ കൂടിനെ സംരക്ഷിക്കണം. ഇതുപോലെ ഒരു ഷീറ്റ് ഉപയോഗിച്ച് സംരക്ഷിക്കണം എന്നാണ് ഞാൻ ചുരുക്കി പറഞ്ഞത്. അതുപോലെ ഫീഡിങ്ങും. അപ്പോൾ ഈ മഴക്കാല പരിചരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്ന് ഫീഡിങ്, രണ്ട് നമ്മുടെ അതിനെ കവർ ചെയ്തുകൊണ്ടുള്ള ഇതുപോലുള്ള ഷീറ്റോ അല്ലെങ്കിൽ ചിലർ ഓട് വെക്കും. പലർക്കും പല രീതിയിലും ചെയ്യാം. അല്ലെങ്കിൽ റൂഫ് ഉണ്ടാക്കിയിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കുറച്ച് ഗാർഡനിലൊക്കെ തേനീച്ചക്കൂട് വെച്ചൊരു നല്ല വൃത്തിയിൽ റൂഫ് ഉണ്ടാക്കി ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. മഴക്കാല പരിചരണത്തിൽ അടുത്ത ഒരു സംഭവം എന്ന് പറയുന്നത് അടിപ്പലക ക്ലീനിങ് ആണ്. നമുക്കറിയാം, ഈച്ചകൾ എപ്പോഴും അവരുടെ കൂട് ക്ലീനാക്കിക്കൊണ്ടേയിരിക്കും. ക്ലീനാക്കുന്നതിനായി ഈച്ചകളുടെ ഇടയിൽ ഒരു ടീം തന്നെ ഉണ്ട്. അപ്പോൾ കൂട്ടിൽ വരുന്ന എല്ലാ വേസ്റ്റുകളും, മെഴുകിൻ്റെ വേസ്റ്റ് ആവട്ടെ എന്താവട്ടെ, ഇതിൻ്റെ അടിപ്പലകയിൽ കൊണ്ടുവന്നിടും. അങ്ങനെ കൊണ്ടുവന്നിടുന്ന വേസ്റ്റുകൾ മഴ സമയങ്ങളിൽ ഈർപ്പം നനഞ്ഞു കഴിഞ്ഞാൽ പല പുഴുക്കളും അതിൽ വരാൻ സാധ്യത, അടപ്പുഴു പോലുള്ള പുഴുക്കളൊക്കെ വന്ന് കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കൂടിൻ്റെ അടിപ്പലക ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മളിതിൻ്റെ മേൽഭാഗം മഴ കൊള്ളാതിരിക്കാൻ കൊടുത്ത ഷീറ്റ് മടക്കുക. ഒരു സ്റ്റൂൾ എപ്പോഴും കയ്യിൽ കരുതുക. ഒരു ബ്രഷ് വേണം ക്ലീൻ ചെയ്യാൻ. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കൂടിനെ അടിപ്പലക നിർത്തിക്കൊണ്ട് ഈ മൊത്തം കൂടിനെ പൊക്കി ഇതിലേക്ക് വെക്കണം, നമ്മുടെ സ്റ്റൂളിലേക്ക് വെക്കണം. ഒരിക്കലും ഇത് 1 by 1 ആയിട്ട് പൊക്കരുത്. അപ്പോൾ ഈച്ചകൾ മൊത്തം ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ പതുക്കെ ഈ കൂടിങ്ങോട്ട് എടുത്ത് നമ്മളെ സ്റ്റൂളിലേക്ക് വെക്കുക. ഉറപ്പ് വരുത്തണം, ഒരിക്കലും ഇത് വീഴാൻ പാടില്ല. ഇപ്പോൾ ഈച്ചകളൊന്നും ഡിസ്റ്റർബ്ഡ് അല്ല, ക്ലീനായി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ അടിപ്പലക കണ്ടോ, ഇതെല്ലാ ആഴ്ചയും ക്ലീൻ ചെയ്യുന്ന ഒരു അടിപ്പലകയാണ്. ഇതിൽ നിറയെ കച്ചറ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്മേലുള്ള ഈച്ചയെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഊതിയാൽ മതി. അവരെല്ലാം പറന്നുപോയി, എല്ലാം പറന്ന് കൂട്ടിലേക്ക് കയറിക്കോളും. അപ്പോൾ ഇതാണ് അടിപ്പലകയുടെ ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ ഇതിലിവിടെ വെള്ളത്തിൻ്റെ അംശങ്ങൾ കണ്ട, ഈ നമ്മൾ മഴച്ചാറലിൻ്റെ പാറൽ ഉപയോഗിച്ച് ഇവിടെ ഒക്കെ വെള്ളമുണ്ട്, വെള്ളം നനഞ്ഞിരിക്കുകയാണ്. ഈ അടിപ്പലക നിറയെ കച്ചറയും കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ക്ലീൻ ആക്കൽ ഈ കൂടിന് മസ്റ്റാണ്. സ്റ്റാൻഡ് ഒന്ന് ക്ലീൻ ആക്കുക. അതേപോലെ അടിഭാഗത്ത് മാറോലുണ്ടായിരിക്കും. അപ്പോൾ അതും വൃത്തിയാക്കി കൊടുക്കുക. ഇതേപോലെയാണ് അടിപ്പലക ക്ലീൻ ആക്കുക എന്നുള്ളത്. അപ്പോൾ അതാ വളരെ ക്ലിയറായി. ഇനി ഇതിൽ വെള്ളത്തിൻ്റെ നനവുണ്ട്, അത് അവർ തന്നെ ക്ലീൻ ചെയ്തോളൂ. അപ്പോൾ അതൊക്കെ നമ്മുടെ പഴയ പൊസിഷൻ പോലെ തന്നെ സ്റ്റാൻഡിൽ
അടിപ്പലക വെക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. സ്റ്റാൻഡ് കറക്റ്റ് സെൻട്രൽ തന്നെയല്ലേ ഇരിക്കുന്നതെന്നുള്ളത് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത അതേ പൊസിഷനിൽ തന്നെ കൂടിനെ പൊക്കി പലയിൽ വെക്കുക. ഇപ്പോൾ നിറഞ്ഞിരിക്കുന്ന ഒരു കൂടാണ്. പക്ഷേ ഈച്ചകൾക്കൊന്നും ഡിസ്റ്റർബ് ആയില്ല. നമുക്കും അടിപ്പലക ക്ലീൻ ആക്കാൻ വളരെ ഈസി ആയിരുന്നു. കുറച്ച് ഈച്ചകളെ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ ഊതി വേണം നിങ്ങൾ കളയാൻ. ഒരിക്കലും ബ്രഷ് കൊണ്ട് തൂക്കരുത്. ബ്രഷ് കൊണ്ട് തൂത്താൽ കുത്ത് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഊതിയിട്ട് അവരെ പറത്തി ഒഴിവാക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് പിടിച്ചിട്ട് കുടഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അടിപ്പലക ക്ലീൻ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പഴയ പോലെ തന്നെ കൂടിനെ മഴ കൊള്ളാതിരിക്കാൻ ഷീറ്റ് ഉപയോഗിച്ചിട്ട് കെട്ടിവെക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും. അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലൈവ് ആയിക്കൊണ്ട് എല്ലാ ഈച്ചകളെയും കൂട് തുറന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ അടുത്ത ക്ലാസ് മിസ് ചെയ്യാതെ എല്ലാവരും കാണുക. വിട വാങ്ങുകയാണ്. ഞാൻ ഷാജുദ്ദീൻ ഉള്ളാട്ടിൽ. നന്ദി, നമസ്കാരം.